ഇന്നലെ എറണാകുളത്ത് പെയ്ത കനത്ത മഴയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് മേഖല വെള്ളത്തിൽ മുങ്ങി. ഇൻഫോ പാർക്കിലെ ചില സ്ഥാപനങ്ങൾക്കകത്തും വെള്ളം കയറി. ഇരുചക്രവാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. സ്ഥാപനങ്ങൾക്കകത്തും പുറത്തും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ജീവനക്കാരും ദുരിതത്തിലായി. 5 മണി മുതൽ ആരംഭിച്ച കനത്ത മഴയിലാണ് MG റോഡ് അടക്കമുള്ള എറണാകുളം ജില്ലയിലെ പലയിടങ്ങളും വെള്ളത്തിനടിയിലായിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് MG റോഡാണ്. അവിടെ വെള്ളക്കെട്ടുക ഇതേപോലെ തന്നെ തുടരുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവും കനാൽ നവീകരണവും ഒക്കെ നടത്തിയെന്ന് അവകാശപ്പെടുന്ന കൊച്ചി നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾക്കെതിരെ ജനങ്ങൾ മുൻകരുതലെടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ ഈ അഴുക്ക് വെള്ളത്തിലൂടെ വേണം ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിക്കാർ നടന്നു പോകേണ്ടത്. ഫുൾ വെള്ളമാണെന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ കളക്ടറോടാണെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ഫുൾ ഒരു 2-3 ബസ് പോയാൽ തന്നെ ഫുൾ വെള്ളം ഞങ്ങൾക്ക് ഇതിലേക്ക് കയറും. കാല് ചൊറിച്ചിലാവും, വെള്ളം കടി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂ എല്ലാം ഉണ്ടാവാറുണ്ട് ഇതുമൂലം. ഇതാ റോഡ് കണ്ടോ, പുഴ പോലെ കൊച്ചി നഗരത്തിലെ റോഡുകൾ ഇങ്ങനെ കിടക്കുകയാണ്. MG റോഡ്, KSRTC റോഡ് പരിസരം, പാലാരിവട്ടത്തിൻ്റെ ഉൾവഴികൾ, കലൂർ ആസാദ് റോഡൊക്കെ ഒരു പുഴ കണക്കിന്, ഒരു കുളം കണക്കിന് ഇങ്ങനെ കുളമായി കൊച്ചി നഗരത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടയ്ക്കകത്ത് കയറിയ വെള്ളം പുറത്തേക്ക് മാറ്റുന്ന ഒരു ഗതികേടാണ് വ്യാപാരികൾക്ക് ഇത്തവണയും പറയാനുള്ളത്. ഇത്തവണ ഇതിപ്പോൾ വെള്ളം കുറഞ്ഞതാണോ? ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുലർച്ചെയൊക്കെ പെയ്താൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഈ സമയത്ത് പെയ്തുകൊണ്ട് നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയിരുന്നു. ഈ റോഡൊക്കെ ബ്രേക്ക് ത്രൂ ഉൾപ്പെടുത്തി വൃത്തിയാക്കിയതാണ്, കാനകളെന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ടും ഈ ഗതിയാണോ? എല്ലാ വർഷവും ഇത് പറയുന്നുണ്ട്. പക്ഷേ മഴ വന്നാൽ കടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടയിലെ ആളുകൾ വീട്ടിൽ പോലും പോകാതെ വെള്ളം പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 5 മണി മുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരം നന്നാക്കാന്ന് പറയും, നന്നാക്കൂല. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഒരു കൗൺസിലർമാർ വേണ്ടപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കാറില്ല. അത് കടയുടെ അകത്ത് മുഴുവൻ വെള്ളത്തിലാണ്. താഴെ നിന്നുള്ള ചെരുപ്പുകളൊക്കെ എടുത്ത് വ്യാപാരികൾ മുകളിലേക്ക് വെക്കുന്നു. ഈ കട തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് സാധനങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താ അവസ്ഥ നോക്കി, ഒരു രക്ഷയില്ല. ചെല്ലുമ്പോൾ ഇനി ഡെറ്റോളൊക്കെ ഇട്ട് എങ്ങനെ കുളിച്ചാൽ മതി എന്നറിയില്ല. ഇത് എന്ത് വെള്ളമാണ് അവസ്ഥ, ഇത് ശോകമാണ്. അയ്യോ കഷ്ടപ്പാടാണ്. കണ്ടില്ലേ, ടയർ മൊത്തം മുങ്ങിക്കണേണ്. കഷ്ടപ്പാടാണ്. സൈലൻസറിലോട്ടൊക്കെ വെള്ളം കയറണേ കൂടി കാരണം. KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്തെ റോഡും തോടും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുക്കുവെള്ളത്തിൽ മുങ്ങി. എല്ലായിടം വെള്ളക്കെട്ടാണ്. ഈ പുല്ലേപ്പടി ഭാഗത്ത് എല്ലായിടം വെള്ളം കിടക്കി. KSRTC സ്റ്റാൻഡ് എന്താ അവസ്ഥ? ഇതുപോലെ തന്നെ വെള്ളം നിറഞ്ഞിടക്കിയത്. കലൂർ ആസാദ് റോഡിന്റെ വഴികളിൽ ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഏരിയ എപ്പോഴും വെള്ളമുള്ള സ്ഥലം തന്നെയാണ്. രക്ഷയില്ല. ഇവിടുത്തെ സർക്കാരിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. കാനകളും വൃത്തിയാക്കിയിട്ടില്ല, ഒന്നുമില്ല. എന്ത് വെള്ളക്കെട്ടാണ് ഇവിടെ ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ, ഒരു 1/2 കിലോമീറ്ററാണ് വണ്ടി തള്ളിക്കൊണ്ട് വരുന്നത്. വണ്ടി ഓഫായത് മുട്ടിനൊപ്പം മേലെ വെള്ളമുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലും ദുരിത കാഴ്ച തന്നെ. ഇൻഫോ പാർക്ക് റോഡിലും കെട്ടിടത്തിനകത്തും വെള്ളം ഇരച്ചു കയറി. കനത്ത മഴയിൽ പുത്തൻകുരിശ് MGM സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. പശ്ചിമ കൊച്ചി മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായി. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും പകർച്ചപ്പനിയുടെ ഭീതിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഈ വെള്ളക്കെട്ട് തിരുവനന്തപുരത്തിന് സമാനമായി തന്നെ കൊച്ചിയിലെ ജനങ്ങളെയും ആശങ്കയിലാക്കുകയാണ്. എങ്ങനെ ഈ മഴക്കാലം കഴിഞ്ഞുകൂട്ടും? ചെറിയൊരു മഴ, ചെറുതല്ല, ആദ്യം പെയ്ത 2 മണിക്കൂർ നീണ്ട മഴയിൽ തന്നെ ഇങ്ങനെയായെങ്കിൽ ഇനി അതിശക്തമായ മഴ വരുമ്പോൾ എന്തായിരിക്കും ഗതി എന്ന ആശങ്കയാണ് ഓരോ കൊച്ചിക്കാരും പങ്കുവെക്കുന്നത്. എന്തായാലും എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്? കനാൽ നവീകരണവും ഒക്കെ നടന്നിട്ടുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്തായാലും അക്കാര്യത്തിൽ ഇനി അധികൃതർ തന്നെ മറുപടി പറയേണ്ടി വരും. കൊച്ചിയിലെ ആളുകൾ നടന്നു പോകുന്ന റോഡ് പുഴ പോലെ ഇങ്ങനെ
അഴുക്ക് ജലം കൊണ്ട് നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് MG റോഡിലുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.